നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. ഇത് നമ്മളെയൊക്കെ ബാധിക്കുകയും ചെയ്യും. ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ബാധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻപ് ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട്, എങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് സാധിക്കുക, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. കാരണം വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും. അത് നമുക്ക് നെഗറ്റീവ് എനർജി ആണെന്ന് ചിലപ്പോൾ മനസ്സിലാകാനൊന്നും പറ്റിയെന്ന് വരില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വലിയ ക്ഷീണം, അത് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ വലിയ ക്ഷീണം അനുഭവപ്പെടുക, നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക, പലതരത്തിലുള്ള അസുഖങ്ങൾ, അതായത് പെട്ടെന്നായിരിക്കും ഒരു അസുഖമൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരിക, അങ്ങനെയൊക്കെ വരിക, അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുക. ഒരു കാരണം ഉണ്ടായിരിക്കില്ല, ചെറിയ ഒരു തുടക്കമായിരിക്കും, പക്ഷെ അത് വലിയ വഴക്കുകളൊക്കെ ആകുക. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ നെഗറ്റീവ് എനർജി ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇതിപ്പോൾ വീട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിലും, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവിടെയും ഈ നെഗറ്റിവിറ്റിയൊക്കെ ബാധിച്ചു എന്ന് വരാം. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഒരുപാട് ജോലികൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ബാക്കി കിടക്കാനുണ്ട്, ജോലി ചെയ്യാനുള്ള മനസ്സും നമുക്കുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് തുടങ്ങിയിട്ടും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുതെ ഒരു ക്ഷീണം അനുഭവപ്പെടുക, അത് ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നെഗറ്റീവ് എനർജി ആയിരിക്കും ചിലപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും അല്ലാതെ കച്ചവട സ്ഥാപനങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴെങ്കിലും അത് വരാതെ പോയി വന്നാലും കച്ചവടം ഒന്നും നല്ല രീതിയിൽ നടക്കാതെ വരിക. അപ്പോൾ ഇതെല്ലാം ഈ നെഗറ്റീവ് എനർജി ബാധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇത് മാറ്റണമല്ലോ, അപ്പോഴാണല്ലോ ഈ നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി പോസിറ്റിവിറ്റി വരും. അപ്പോൾ അത് വന്നാലാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുക, നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചില ഫലവത്തായിട്ടുള്ള മാർഗങ്ങളാണ് കേട്ടോ. നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ നെഗറ്റിവിറ്റിയെ മാറ്റിക്കാം, അതായത് മാറ്റിക്കിട്ടും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം ഈ നെഗറ്റിവിറ്റി എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, അപ്പോൾ അത് മാറ്റിക്കളയുക തന്നെ വേണം. നമുക്ക് സ്ഥിരമായിട്ട് ഈ നെഗറ്റിവിറ്റി ബാധിക്കുകയേ ചെയ്യരുത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു രക്ഷയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചരട് കെട്ടാണെങ്കിലും ഏലസാണെങ്കിലും, ചരടൊക്കെ വളരെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ ഫലം, ഏലസിനാണ് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കാം. പിന്നെ ഭഗവാനെ വിളിക്കുക, നാരായണ കവച മന്ത്രമൊക്കെ ചൊല്ലുക, അതൊക്കെയാണ് സ്ഥിരമായിട്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്നൊക്കെ പറയില്ലേ, കുറച്ച് നുറുങ്ങ് വിദ്യകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഫലവത്താണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫലം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ അലങ്കാരം പറയണ്ടേ, അലങ്കാരം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ആരംഭിക്കാറുള്ളത്. ഭഗവാൻ ഇന്നലെ മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞികൃഷ്ണനായിട്ടായിരുന്നു. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴലിൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. പിന്നെ രാവിലെ ഓടക്കുഴലിൻ്റെ ഒരു കഥയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാകണം നാം ഓരോരുത്തരും എന്നാണ് പറയണത്. മഹാദേവനാകുന്ന ഓടക്കുഴലാണെന്നാണ് പറയണത്. അപ്പോൾ ഓടക്കുഴലിൻ്റെ പ്രത്യേകത എന്താ? അതിനുള്ളിലെ ശുദ്ധമാണ്. ആ ശുദ്ധമായ ഓടക്കുഴലിൻ്റെ ഉള്ളിലെ സ്നേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ദുഷിച്ചൊരു ചിന്തകൾ, ഷഡ്വൈരികൾ ഒന്നും പാടില്ല. അഹങ്കാരോ ദേഷ്യമോ കോപോ ഒന്നും നമ്മുടെ ഉള്ളിൽ പാടില്ല. നമ്മൾ ആ ഓടക്കുഴൽ പോലെ ഉള്ള ശുദ്ധമായിരിക്കണം എന്നാണ് പറയണത്. ആ ഓടക്കുഴലിൻ്റെ ഉള്ളിലെ അത്രയും മധുരമായിട്ടുള്ള സംഗീതം നിറയ്ക്കുന്നത് ആരാ? അത് ഭഗവാനാണ്. അപ്പോൾ സ്നേഹവും ഭക്തിയും എല്ലാം നിറയ്ക്കേണ്ടത് ഭഗവാനാണ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഉള്ളം ശുദ്ധമാക്കിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം. അതിൻ്റെ ഉള്ളിൽ എന്താണ് നിറയ്ക്കേണ്ടതെന്ന് ഭഗവാനെ നന്നായിട്ട് അറിയാം.
അത് ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാൻ നിറയ്ക്കും. നമ്മൾ എപ്രകാരമാകണം എന്നാണ് പറയണത്? ഓടക്കുഴൽ പോലെ ശുദ്ധമായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? ഭഗവാനോട് ചേർന്നിട്ട് സദാസമയം നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ ഉണ്ടായിരിക്കും. ഒന്നുകിൽ കയ്യിലായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അരയിൽ തിരികിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന രീതിയിലായിരിക്കും. എപ്പോഴും തിരക്കിട്ട പണിയാണെങ്കിലും കയ്യിൽ ഓടക്കുഴൽ മാറ്റി വെച്ചിട്ട് ഭഗവാനെ ഒരു കളിയുമില്ല, എപ്പോഴും അത് കയ്യിലുണ്ടായിരിക്കും. അതാണ് ഗോപികമാർക്കൊക്കെ ചെറിയൊരു കുശുമ്പൊക്കെ ഓടക്കുഴലിൻ്റെ അടുത്ത് തോന്നുന്നത്. തങ്ങളെക്കാളും പ്രിയപ്പെട്ടിട്ടാണ് ഭഗവാൻ ഈ ഓടക്കുഴലുള്ളത്. എപ്പോഴും ഭഗവാന്റെ സന്തത സഹചാരിയാണ് ഓടക്കുഴൽ. നിങ്ങൾക്ക് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് ഓടക്കുഴലിനെ ലഭിച്ചിരിക്കുന്നതെന്ന്. കാരണം എന്താ? ഓടക്കുഴലേ ശുദ്ധമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓടക്കുഴൽ പോലെ ആകാനായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഷിച്ച വികാരങ്ങൾ വിചാരങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, ആരടുത്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, ആരടുത്തെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ട വികാരങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം അതങ്ങടെ മാറ്റുക. അതൊന്നും വരുത്താതെ ഇരിക്കണേ ഭഗവാനെ എന്ന് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ മഹാദേവനാകുന്ന ഓടക്കുഴലിനെ ഭഗവാൻ എങ്ങനെയൊക്കെയാണോ കൂടെ കൊണ്ട് നടന്നിരുന്നത്, എങ്ങനെയൊക്കെയാണോ ചേർത്ത് പിടിച്ചിരുന്നത്, അതേപോലെ നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ ചേർത്ത് പിടിക്കും. അതാണ് ആ കഥയിലൂടെ പറയുന്നത് കേട്ടോ. അതുതന്നെയാണ് ഈ ഒരു അലങ്കാരത്തിനോടൊപ്പവും എനിക്ക് പറയാനായിട്ടുള്ളത്. ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ പോലെ ആകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചോളൂ കേട്ടോ. ഓടക്കുഴൽ ഊതി നിൽക്കുന്ന, മുരളീധരനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി കളയേണ്ടതെന്ന് നോക്കാം കേട്ടോ. വീട്ടിലെയാണ് ആദ്യം പറയണത്. അത് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കള എന്ന് പറയുമ്പോഴേ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു അതെന്താ? ഉപ്പാണ്, കല്ലുപ്പാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഉപ്പിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ഈ കല്ലുപ്പിലെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക. സമുദ്രവസനേ ദേവി എന്നല്ലേ പറയുന്നത്. സമുദ്രത്തിലാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതാണ് കല്ലുപ്പ്. ഈ കല്ലുപ്പ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെഗറ്റീവ് എനർജി കളയാനായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഫെങ്ഷുയിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പണ്ട് മുതലേ നമ്മുടെ പൂർവികർ ചെയ്തു വരുന്ന കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലെ നെഗറ്റീവ് എനർജി കളയാനായിട്ടേ നമ്മൾ വീടുകളിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വീട്ടിലൊക്കെ എത്രയധികം നമ്മൾ ഒതുക്കി വെച്ചാലും പിന്നെയും പിന്നെയും അലങ്കോലമാകുന്നതൊക്കെ ആയിട്ട് കാണാം. ലക്ഷണങ്ങളൊക്കെ ഞാൻ മുൻപ് വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കല്ലുപ്പിട്ട് വയ്ക്കാം. എന്നിട്ട് അത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയുണ്ടല്ലോ, കോർണർ, അവിടെ കൊണ്ടുപോയി വെക്കുക. പുറത്തല്ല കേട്ടോ, അകത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടുപോയി വെക്കുക. അത് ദിവസവും ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അത് ഒരു ദിവസം കഴിഞ്ഞല്ലോ, 24 hours കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് കളയുക. വാഷ് ബേസിനിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് ആ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നെയും അതിൽ വെള്ളം നിറച്ചിട്ട് കല്ലുപ്പിട്ടിട്ട് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കാം. ഇതെല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഇഫക്റ്റീവാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ചിലപ്പോൾ അന്ധവിശ്വാസമാണോ എന്നൊക്കെ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെയാണ്. അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കൂടിയിട്ട് അത് ചെയ്തിട്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ നെഗറ്റീവ് എനർജീസിനെ മാറ്റാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള കുറച്ച് മാർഗങ്ങൾ കേട്ടോ. കാരണം എന്താ? കല്ലുപ്പിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മാറ്റുന്നത്. അല്ലാതെ മന്ത്രങ്ങളോ ഒന്നും ചൊല്ലിയിട്ടോ ഒന്നും ജപിച്ചുകൊണ്ടോ അല്ല, വെറുതെ അതോടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പ്രകാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ കല്ലുപ്പ്, വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് വെക്കാം. അതല്ലാതെ വീടിൻ്റെ 4 കോർണറുകളിലും ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് വെക്കാം. തുറന്നിട്ട് വെക്കണം കേട്ടോ. അടുക്കളയിലാണെങ്കിലും കല്ലുപ്പ് തുറന്ന് വെക്കണം എന്നാണ് പറയുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഭരണിയിലൊക്കെ സൂക്ഷിക്കുമ്പോൾ മൂടിയൊക്കെ പൊട്ടിയിട്ടുള്ള ഭരണിയൊക്കെ ഉപയോഗിക്കുക. കാരണം മൂടി വെക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ കല്ലുപ്പൊക്കെ നിറച്ച് വെച്ചിരുന്നു. തുറന്ന് വെക്കണം എന്നാണ് പറയുക. അതുപോലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അതായത് എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ നമ്മൾ അതിനെ വെക്കണത് അതവിടെ വർക്ക് ചെയ്യും. പിന്നെ അത് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കളയണം കേട്ടോ. കളയുമ്പോൾ ഇതേപോലെ തന്നെ വാഷ് ബേസിനിൽ ഇട്ട് കളയാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോയിക്കോളും. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ ഒരു ക്ഷീണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ബാധിച്ചിട്ടുണ്ടോ, കണ്ണീർ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ബാധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വെറുതെ ഒരു കാര്യവുമില്ലാതെ ഒരു ഉന്മേഷക്കുറവ്, എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ,
അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് കലക്കുക. അതിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതിവിനേക്കാൾ മുന്നത്തെ കുളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉഷാറ് കിട്ടുമല്ലോ. കല്ലുപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയോടെയും പോയിട്ട് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി വരും. അങ്ങനെയും കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പ് ചേർത്തിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിലമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ എല്ലാ ദിവസവും തുടയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നും പറ്റാതെ ഉള്ളവരാണെങ്കിൽ ചൊവ്വയും വെള്ളിയും അടിച്ചുവാരി തുടയ്ക്കാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും തുടയ്ക്കുന്ന സമയത്ത് അതിൽ കല്ലുപ്പ് കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് തറയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും പോകും. ഇതൊക്കെ പല പല മാർഗങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഉഴിഞ്ഞിടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുൻപൊരിക്കൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴിഞ്ഞിടാൻ എടുക്കുമ്പോഴും കല്ലുപ്പ്, അതുപോലെ തന്നെ മുളക്, കടുക് എടുക്കുമ്പോൾ കല്ലുപ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജീസിനെ കളയാനുള്ള ഒരു പവറാണ് അതിനുള്ളത്. ഇതിപ്പോൾ വീട്ടിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു ജോലി ശരിയായിട്ട് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ചില ദിവസം നല്ല ഉഷാറായിട്ട് നമ്മളിരുന്ന് ചെയ്യും, അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഗ്ലൂമി ആയിട്ട് ഒരു മൂഡില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫീസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്ലുപ്പൊക്കെ കൊണ്ടുപോയിട്ട് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും. ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, ഗ്ലാസ്സിൽ ചെറുനാരങ്ങയൊക്കെ ഇട്ട് വെക്കും. അതും ഈ നെഗറ്റിവിറ്റീനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സിലൊക്കെ ചെറുനാരങ്ങയൊക്കെ ഇട്ട് വെക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇത് വീടുകളിലും വെക്കാം, ഷോപ്പുകളിലൊക്കെയും കണ്ടിട്ടുണ്ട്. ഓഫീസിലും വെക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മളിരിക്കുന്ന ആ ഒരു ടേബിളിലാണെങ്കിൽ അവിടെ കുറേ ഫയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കല്ലിപ്പൊക്കെ വെച്ച് കണ്ടത് എന്താ ഇവിടെ കല്ലിപ്പ് എന്നൊക്കെ ചോദിക്കുമല്ലോ ചിലർ വന്നിട്ട്. അറിയുന്നുണ്ടായിരിക്കാം ചിലർക്കൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും. ഇപ്പോൾ ഗ്ലാസ്സിലൊക്കെ വെള്ളം നിറച്ചിട്ട് അതിൽ ചെറുനാരങ്ങ ഇട്ട് കഴിച്ച് എന്തെങ്കിലും ഒരു കൈ തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ആ ഫയലൊക്കെ നനയും. അപ്പോൾ ചിലപ്പോൾ അതൊന്നും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം അവിടെ ഒരു പാത്രത്തിലിട്ട് വെക്കാം. കുറച്ച് ഒരു കുഞ്ഞു പിടി എടുത്തിട്ട് അതിൽ വെക്കാം. അതേപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, ഇതൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള കുറച്ച് വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നെഗറ്റിവിറ്റി വരില്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവ് എനർജീസ് അങ്ങോട്ടേക്ക് വരില്ല. റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ പെരിഞ്ജീരകമൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. എവിടെയാണെന്നറിയോ, നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ലടയ്ക്കാൻ വരുമ്പോൾ ആ ബില്ലിങ്ങിൻ്റെ സെഷനിൽ അവിടെ അത് കഴിഞ്ഞ് പോകുന്നവർക്ക്, ബില്ലൊക്കെ പണമൊക്കെ അടച്ച് പോകുന്നവർ കുറച്ച് പെരുംജീരകമൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുക. അത് ജീരകമായിട്ടാവില്ല ചിലപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ജീരകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ടായിരിക്കും. ആ ജീരകത്തിന് മുകളിൽ എന്തെങ്കിലും ഷുഗർ കോട്ടിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോരുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കഴിച്ചത് കൊണ്ടൊന്നും വിരോധമല്ല കേട്ടോ. അപ്പോൾ അതായത് അവിടേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസിനെ അത് അബ്സോർബ് ചെയ്യല്ല ചെയ്യുക, വരാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെടുത്ത് കഴിച്ചത് കൊണ്ടൊന്നും വിരോധമല്ല. നെഗറ്റീവ് എനർജിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് ഈ പറയുന്ന പെരിഞ്ജീരകമാണെങ്കിലും ഏലക്ക, ഗ്രാമ്പ്, ഇതൊക്കെ ഒരു 2 പീസ് വെച്ചതുകൊണ്ട് ആർക്കും ഒരു ദോഷം വരാനില്ലല്ലോ. അപ്പോൾ ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനം, ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇപ്പം പറഞ്ഞല്ലോ അവിടെയൊക്കെ വെക്കും. ഈ ജീരകമാണെങ്കിലും അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇട്ട് വെച്ചിട്ടുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചെറുനാരങ്ങയൊക്കെ വെക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ കച്ചവട സ്ഥാപനങ്ങളിലും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, തിരികെ നമുക്ക് വീടുകളിലേക്ക് തന്നെ വരാം കേട്ടോ. ഈ പച്ചക്കർപ്പൂരത്തിലും ഇതേപോലെ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. ഇത് വെച്ചത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് കുന്തിരിക്കൊക്കെ പുകയ്ക്കുമല്ലോ, അതൊക്കെ വളരെ നല്ലതാണ് നെഗറ്റീവ് എനർജീനെ മാറ്റാനായിട്ട്. പക്ഷെ ചന്ദനത്തിരി ആകുമ്പോഴേ, കുന്തിരിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു വസ്തുവാണ്. അതിൽ കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യില്ല. പക്ഷെ ചന്ദനത്തിരി ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കത്തിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ കൃത്രിമമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കുന്തിരിക്കാണെങ്കിലും കർപ്പൂരാണെങ്കിലും അതൊക്കെ കത്തിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിനെ അത് ശുദ്ധീകരിക്കുകയും കൂടെ ചെയ്യും. അങ്ങനെയുള്ള പവറൊക്കെ അതിനുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ,
ഈ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റുപാടും തെളിക്കുക. അതായത് വീടിന് ചുറ്റോറും തെളിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മഞ്ഞൾ എന്തിൻ്റെ ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞളിൻ്റെ പ്രത്യേകത അതൊരു അണുനാശിനിയും കൂടിയാണ്. അപ്പം അസുഖങ്ങളും വരില്ല. അത് കുളിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിനകത്തേക്ക് നല്ല മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ സേവിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും ശേഷിയുള്ളതാണ് ഒന്ന് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്, കായം. പണ്ടുള്ളവർ പറയും കായമൊക്കെ കലക്കിയിട്ട് വീടിന് ചുറ്റോറം തെളിക്കാനായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റിവിറ്റീനെ മാറ്റാനായിട്ടും സാധിക്കും. ഒപ്പം തന്നെ ഇഴജന്തുക്കളും പാമ്പുകളൊന്നും അടുക്കില്ല, അവർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നാണ് പറയുക. അപ്പം അങ്ങനെയൊക്കെയാണ് പൊതുവെ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിലും പണ്ടുള്ളവർ ചെയ്തു വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുക. വീട്ടിൽ 2 നേരം കൊളുത്താൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ട് വീട്ടിൽ വിളക്ക് കൊളുത്തുക. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്ന വീട്ടിൽ ആ ഒരു സമയത്ത് എന്തായാലും നെഗറ്റിവിറ്റി ബാധിക്കില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും, ഇപ്പോഴും വിളക്കൊന്നും കൊളുത്താത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ അങ്ങനെ ഒരു ശീലം കൂടെ തുടങ്ങാം കേട്ടോ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മിഥുനാണ് വരാനായിട്ട് പോകുന്നത്, കർക്കിടക മാസമാണ് അടുത്തത്, രാമായണ മാസം ആരംഭിക്കാനൊക്കെ ആയിട്ട് പോകുക. അപ്പം അതിൻ്റെ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ നന്നായി തന്നെ രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം ആചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങാം. എല്ലാവരും വീട്ടിലൊക്കെ വിളക്ക് കൊളുത്ത് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യാനായിട്ട് ഇതുവരെ തുടങ്ങാത്തവരുണ്ടായിരിക്കും. സൗകര്യമുള്ളൊരു ദിവസം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തുക, നാമം ചൊല്ലുക. അപ്പോൾ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നവർക്കാണ് ഈ പറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ. വീട്ടിലുള്ള, ഓഫീസിലുള്ള, കച്ചവട സ്ഥാപനങ്ങളിലുള്ള എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജീസിനെ അത് മാറ്റാനായിട്ട് നമ്മൾ വിശ്വസിച്ച് ചെയ്യുക, പ്രാർത്ഥിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും അങ്ങനെ തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഈ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് എനർജി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളും. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, നാരായണീയം പകർത്തി എഴുതിയത് സമർപ്പണമാണ്. ഞാനത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും, ഷോർട്സിലൂടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തീയതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താല്പര്യമുള്ളവർ വിഷ്ണുവിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് വരാനായിട്ട്. ഗുരുവായൂരിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുചേരാനായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ ഒരുമിച്ച് എല്ലാവരും പകർത്തി എഴുതിയ നാരായണീയം കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനായിട്ട് നിരവധി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ തീയതി ജൂലൈ 12-ാം തീയതി ആയിരുന്നു. അത് സൺഡേ ആണ്. പക്ഷേ ചില അസൗകര്യങ്ങൾ മൂലം ആ തീയതി ഒന്ന് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ചിലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. തീയതി മാറ്റുമ്പോൾ അത് ജൂലൈ 13-ാം തീയതി ആയിരിക്കുന്നത്. അപ്പോൾ അത് മൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. എന്നാലും അതൊക്കെ ഉണ്ടെങ്കിലും പലരും ശ്രമിക്കാം. ചിലർക്ക് അസൗകര്യമുള്ളവർ മാക്സിമം ശ്രമിക്കാൻ വരാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് ഇപ്പോഴും വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരൊക്കെയാണ് വരുന്നതെന്നും അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ നിലവിലൊരു ഗ്രൂപ്പ് ഉണ്ട് നാരായണീയത്തിന് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്. അതായത് വിഷ്ണുവിന് മെസ്സേജ് അയച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ അവർക്കുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നിർബന്ധമായിട്ട് വരും എന്ന് ഉറപ്പുള്ളവർക്കായിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ വരുന്നവർക്ക് മാത്രമാണ്, അതിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആവുന്നവർക്ക് മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. കാരണം ഉറപ്പുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പാണ്, രജിസ്റ്റർ ചെയ്തവരുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നാരായണീയം എഴുതി സമർപ്പിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവർക്കും വരാനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ളത്. കാരണം ചിലർക്കൊന്നും എഴുതി തുടങ്ങാനായിട്ട് പറ്റിയിരുന്നില്ല, ചിലർക്കൊന്നും എഴുതി അവസാനിച്ചിട്ടില്ല, അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളവരുണ്ട്. എന്നാൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നാരായണീയ സമർപ്പണത്തിന് അല്ലാതെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരും, നമുക്ക് നമ്മുടെ ഈ സത്സംഗത്തിൽ നേരിട്ട് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും വിഷ്ണുവിന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാം. ഭഗവാന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാം. നമ്മുടെ നാരായണീയം എഴുതിയത് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാം. അങ്ങനെ ഒരു കുഞ്ഞു സത്സംഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ആഗ്രഹിക്കുന്നവര്
എന്തായാലും വിഷ്ണുവിനെ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലാണ് പറയുന്നത്, ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാം കേട്ടോ. ഈ ഒരു വിഷയത്തിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാരായണീയ സമർപ്പണത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, അതും കൂടെ ഇതിനോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാരായണീയം സമർപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, ജൂലൈ 13-ാം തീയതി വരണമെന്ന് ആഗ്രഹമുള്ളവർ വിഷ്ണുവിനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമ്പർ കൂടെ പറയാം, 98 വിഷ്ണുവിന് ചുമയുണ്ട്, 9846937939. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റീസും മാറട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പം അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഭഗവാനെ വിളിക്കുക. ഇപ്പോൾ നാരായണീയം വായിക്കുന്ന വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന വീട്ടിലൊന്നും നെഗറ്റിവിറ്റി വരില്ല. എന്നിട്ടും വരുന്ന ചിന്തിക്കുന്നവർക്കുള്ള ഒരു റെമഡീസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഭഗവാനെ മുറുക്കെ പിടിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടോ, ഭഗവാനെ തൊട്ടിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? എന്തൊരു നെഗറ്റിവിറ്റിയെ നമ്മളെ ബാധിക്കുക അല്ലേ? എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സംസാരിക്കുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നമുക്കങ്ങനെ പറയാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതില്ലാതാക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.